Hi dears, how are you? I think all of you fine. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിലെ 6 പോയിൻറ്റ്സുകളായിരുന്നു. ആ 6 പോയിൻറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻസൈഡ് ഓഫ് സ്കൂൾ. സ്കൂളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻസൈഡ് ഓഫ് സ്കൂളും എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എയിംസിലും വാല്യൂസിലും പെട്ട കാര്യങ്ങളാണ്. കാരണം ഇതും എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളാണ്. കാരണം സ്കൂളുകളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ശുചീകരണങ്ങൾ ചെയ്യേണ്ടത്, സ്കൂൾ അതോറിറ്റീസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതൊക്കെ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എയിംസും വാല്യൂസാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ദ സ്കൂൾ ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ എ പ്ലേസ് വിത്ത് ഹെൽത്തി സറൗണ്ടിങ്സ്. ആരോഗ്യപരമായ ചുറ്റുപാടുള്ള സ്ഥലത്തായിരിക്കണം എന്തുണ്ടാവേണ്ടത്, സ്കൂൾ സ്ഥിതി ചെയ്യേണ്ടത്. അതായത് സ്കൂളിൻ്റെ സറൗണ്ടിങ് ഏരിയ നല്ല അതായത് എന്തെങ്കിലും വൃത്തിഹീനമായിട്ടുള്ള സ്മെല്ല് ഇതൊന്നും ഇല്ലാത്തൊരു പ്ലേസിലായിരിക്കണം എന്തുണ്ടാവേണ്ടത്, സ്കൂൾ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെയാണ് സ്കൂൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സ്ഥലത്തായിരിക്കണം എന്തുണ്ടാവേണ്ടത്, സ്കൂൾ ഉണ്ടാവേണ്ടത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, regular health checkup, maintenance of health records of students. The help of local authority may be also utilized to form health program in a school. അതുപോലെ തന്നെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള ഒരു പതിവായിട്ടുള്ള ആരോഗ്യ പരിശോധന, ഹെൽത്ത് ചെക്കപ്പ് നടത്താം. അത് നമുക്ക് വീക്കിലി പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി എന്ത് ചെയ്യുക. അത് മന്ത്ലി നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുപോകാം. അതുപോലെ തന്നെയാണ് സ്കൂളുകളിലെ ഹെൽത്ത് പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. അതൊക്കെ ആര് ശ്രദ്ധിക്കണം, സ്കൂളിലെ അതോറിറ്റീസ് എന്ത് ചെയ്യാനും ശ്രദ്ധിക്കണം. ഓക്കെ, തേർഡ് പോയിന്റ്, പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ നീഡഡ്. അതായത് ഫസ്റ്റ് എയ്ഡിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ഒരു അവയർനെസ് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കാം. ദ ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ് ദ സ്റ്റുഡൻറ്റ് ആർ ഗെറ്റിംഗ് ക്ലീൻ ആൻഡ് ഹെൽത്തി ഫുഡ് ആൻഡ് ഡ്രിങ്ക് വിച്ച് ഈസ് മോർ നേച്ചുറൽ. അതായത് നമ്മളിപ്പോൾ എല്ലാ സ്കൂളുകളിലും ഒരുവിധം എല്ലാ സ്കൂളുകളിലും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയ നല്ല വൃത്തിയുള്ള സ്ഥലമാണോ, അതുപോലെ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്ന വെള്ളം നല്ല വൃത്തിയുള്ള വെള്ളമാണോ, ശുദ്ധമായിട്ടുള്ള വെള്ളമാണോ, നമ്മൾ കൊടുക്കുന്ന ഫുഡ് ആ കുട്ടികൾക്ക് എത്രത്തോളം അവരുടെ ശരീരത്തിന് നല്ല ഗുണമുള്ള ഫുഡാണ്, ഇതൊക്കെ ആര് ശ്രദ്ധിക്കണം, സ്കൂൾ അതോറിറ്റീസ് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻസൈഡ് ഓഫ് സ്കൂൾ. അതിൽ നമ്മൾ 4th പോയിന്റ്സ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു, ദ സ്കൂൾ ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ എ പ്ലേസ് വിത്ത് ഹെൽത്തി സറൗണ്ടിങ്സ്. അതായത് ആരോഗ്യപരമായ ചുറ്റുപാടിലായിരിക്കണം എന്തുണ്ടാവേണ്ടത്, സ്കൂള് സ്ഥിതി ചെയ്യേണ്ടത്. സെക്കൻഡ് പോയിന്റ്, റെഗുലർ ഹെൽത്ത് ചെക്കപ്പ്, മെയിൻ്റെനൻസ് ഓഫ് ഹെൽത്ത് റിഗാർഡ്സ് ഓഫ് സ്റ്റുഡൻസ്. ദ ഹെൽപ്പ് ഓഫ് ലോക്കൽ അതോറിറ്റി മേ ബി ആൾസോ യൂട്ടിലൈസ് ടു ഫോം ഹെൽത്ത് പ്രോഗ്രാം ഇൻ എ സ്കൂൾ. സ്കൂളുകളിലെ കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. തേർഡ് പോയിന്റ്, പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ നീഡഡ്. ഫസ്റ്റ് എയ്ഡിൻ്റെ നീഡഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാം. ദ ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് ക്ലീൻ ആൻഡ് ഹെൽത്തി ഫുഡ് ആൻഡ് ഡ്രിങ്ക് വിച്ച് ഈസ് മോർ നാച്ചുറൽ. അത് കുട്ടികൾക്ക് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് ബോഡിക്ക്, അവർ ഫുഡ് നമ്മൾ കൊടുക്കുന്നത് നല്ല വൃത്തിയുള്ള സ്ഥലത്താണോ, നല്ല വെള്ളമാണോ ഉപയോഗിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഔട്ട്സൈഡ് ഓഫ് സ്കൂൾ. അതിൽ ഫസ്റ്റ് പോയിന്റ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം. ഇഫ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ദ സൊസൈറ്റി ഈസ് ഹൈ, ദ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഓഫ് ദ പീപ്പിൾ ക്യാൻ ബി പ്രിസർവ്ഡ്. സമൂഹത്തിന് ജീവിത നിലവാരം ഉയർന്നതാണെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യവും ശുചിത്വവും സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം. ഇറ്റ് ഷുഡ് ബി ദ കൺസേൺ ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ ഗവൺമെൻറ് ടു ദ റൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നതാവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സർക്കാരിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ എന്തുണ്ടാവുള്ളൂ, അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഡെവലപ്പ് ആവുള്ളൂ. ഓക്കെ, അതാണ് എന്ത്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സെക്കൻഡ് പോയിന്റ്, സാനിറ്റേഷൻ ആൻഡ് ക്ലീൻലിനെസ്. സാനിറ്റേഷൻ ആൻഡ് ക്ലീൻലിനെസ് ഓഫ് ദ സിറ്റി ഈസ് ഡർട്ടി ആൻഡ് പ്രിമൈസ് ഓഫ് ദ സ്കൂൾ നോട്ട് ക്ലീനർ. ചിൽഡ്രൻ cannot escape falling prey to diseases. അതായത് നഗരത്തിൻ്റെ വൃത്തിയില്ലായ്മ, അതുപോലെ തന്നെയാണ് സ്കൂളിൻ്റെ സറൗണ്ടിങ് ഏരിയ വൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികൾക്ക് എപ്പോഴും എന്തേക്കാരം രോഗങ്ങളാവും അല്ലേ. അവർക്ക് രോഗങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നഗരത്തിൻ്റെ ഒരു വൃത്തിയും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ സറൗണ്ടിങ് ഏരിയ പരിസരവും വൃത്തിയും എന്താണ് അത്യാവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, തേർഡ് പോയിന്റ്, ഫുഡ് ആൻഡ് ക്ലോത്ത്. Food provided to children should be nutrition and clothes they put on should be neat and clean. Such children remain healthy at school. Clothes should be neither too tight nor too loose. നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത് എന്താണ്, ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഫുഡിന് കൊടുക്കുക അല്ലേ. നമ്മൾ ഫുഡിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവോ അതേപോലെ തന്നെയാണ് അവരുടെ ഡ്രസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രാധാന്യം കൊടുക്കണം.
അതായത് അവരുടെ ഡ്രസ്സ് നല്ല വൃത്തിയുള്ളതും നല്ല അയഞ്ഞതും ഡ്രസ്സായിരിക്കണം. അതേപോലെ തന്നെയാണ് അവരുടെ ഡ്രസ്സിൻ്റെ ക്ലോത്ത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല കോട്ടൺ ക്ലോത്തും അതുപോലെ തന്നെ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവരെ വേർപ്പിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റാണ് ഹൗസ്. The location and plan of houses have a good role in keeping the health of the people in it. അതായത് നമ്മൾ വീട് നിൽക്കുന്ന ആ ഒരു സറൗണ്ടിങ് ഏരിയ നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന നല്ലൊരു ഹെൽത്തി ഏരിയ ആയിരിക്കണം എന്ത് നമ്മൾ വീട് നിൽക്കുന്ന സ്ഥലം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ ആളുകൾക്കും എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി ആയിക്കാറ് അല്ലേ. ഗുഡ് വെന്റിലേഷൻ ആൻഡ് സൺലൈറ്റ് ഈസ് നെസസറി. സറൗണ്ടിങ് ഷുഡ് ബി ക്ലീൻ ആൻഡ് ഫ്രീ ഫ്രം അൺഹെൽത്തി കണ്ടീഷൻസ്. അതായത് നമ്മൾ വീട് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീടിൻ്റെ ഉള്ളിലേക്ക് നല്ല സൺലൈറ്റ് കിട്ടുന്ന ലെവലിലും നല്ല എയർ വരുന്ന ലെവലിലുമാണ് നമ്മൾ എന്ത് ചെയ്യണം വീട് പ്ലാൻ ചെയ്യാൻ. അതുപോലെ തന്നെയാണ് നമ്മളെ വീടിൻ്റെ പരിസരം നല്ല എന്ത് ചെയ്യണം, നല്ല വൃത്തിയുള്ള ഒരു പരിസരമാക്കി തീർത്താലേ ഉള്ളൂ എന്ത് ഉണ്ടാവുള്ളൂ, അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ. എന്നാലേ ഉള്ളൂ അവിടെ എന്തുണ്ടാവുള്ളൂ, വൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്തുണ്ട് അവിടുത്തെ ആളുകൾക്ക് എന്താണ് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. ഓക്കെ, the last point, interior. The interior should be kept neat and clean for the children to be free from unhygienic situations. അതായത് വീടിൻ്റെ ഉൾഭാഗത്തുള്ള ഇൻറ്റീരിയർ നമ്മൾ നല്ലവണ്ണം വൃത്തിയായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അതായത് നമ്മൾ ഇൻറ്റീരിയറിൻ്റെ ഉള്ളിൽ പൊടിപടലങ്ങളും അതുപോലെ തന്നെയാണ് അണുക്കളൊക്കെ വന്നു കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾക്ക് എപ്പോഴും എന്തേ കാലം അസുഖങ്ങളുണ്ടാവും അല്ലേ. അവർക്ക് അസുഖങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തില്ല സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിൽ നമ്മളെ ശ്രദ്ധ എന്ത് വേണം, നല്ലവണ്ണം നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇൻസൈഡ് ഓഫ് സ്കൂള്, ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എയിംസിലും വാല്യൂസിലും പെട്ടിട്ടുള്ള ഇൻസൈഡ് ഓഫ് സ്കൂളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് നമ്മൾ 4th പോയിന്റ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെയാണ് ഔട്ട്സൈഡ് ഓഫ് സ്കൂളിൻ്റെ പുറത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ലക്ഷ്യം വെക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ 5th പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഔട്ട്സൈഡ് ഓഫ് സ്കൂളിൽ ഏതൊക്കെയായിരുന്നു, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതുപോലെ സാനിറ്റേഷൻ ആൻഡ് ക്ലീൻനെസ്, 3rd വൺ ഫുഡ് ആൻഡ് ക്ലോത്ത്, 4th വൺ ഹൗസ്, ദ ലാസ്റ്റ് 5th വൺ ഇൻറ്റീരിയർ. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.